ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് MacOs വെഞ്ചുവറിലെ സിസ്റ്റം ഡാറ്റ എങ്ങനെ ക്ലിയർ ചെയ്യാമെന്നാണ്. അപ്പം ആദ്യമായിട്ട് സിസ്റ്റം ഡാറ്റ എന്നാണെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ സെറ്റിങ്ങിൽ പോവുക, അവിടെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഓപ്ഷനിൽ പോവുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും സിസ്റ്റം ഡാറ്റ എന്നത്. അപ്പം ഇതൊന്ന് ലോഡായി കാണാൻ സാധിക്കും. ഇപ്പം ഈ സ്റ്റോറേജിൻ്റെ ഓരോ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആപ്ലിക്കേഷൻ ഏകദേശം 21.28 GB ഉണ്ട്. അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ് 12 GB എടുത്തുണ്ട്. ഇനി MacOs അതായത് ഇതിൻ്റെ സിസ്റ്റം OS ഏകദേശം 13 GB ഉണ്ട്. എന്നാലും നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കും ഏറ്റവും കൂടുതൽ ഡാറ്റ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് സിസ്റ്റം ഡാറ്റ എന്ന ഭാഗത്താണ്. അപ്പം ഇതെങ്ങനെയാണ് ക്ലിയർ ചെയ്യാൻ സാധിക്കും? ഇപ്പം നമ്മളിപ്പം സാറിന് സ്റ്റോറേജിൽ പോയിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഡിലീറ്റ് ചെയ്യാൻ നോക്കിയാൽ ഈ ഒരു സിസ്റ്റം ഡാറ്റ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പം ഇതെങ്ങനെയാണ് നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നത്? അപ്പം നമുക്ക് അതിലേക്കൊന്ന് വരാം. അപ്പോൾ ഈ സിസ്റ്റം ഡാറ്റ ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് ഡീഫാൾട്ടായിട്ട് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. കാരണം നമ്മൾ ഫൈൻഡറിൽ പോയിട്ട് നമ്മൾ തന്നെ സ്റ്റോറേജ് ചെയ്യുന്ന ഇപ്പം മാക്കിനോട് എച്ച് ഡി കാണാൻ സാധിക്കും. ഇതെടുത്തിട്ട് നമ്മൾ ലൈബ്രറിയിൽ നിന്നാണ് ഇത് കണ്ടെത്തുന്നത്. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഒത്തിരി ഫയൽസ് ഉണ്ട്. പിന്നെ അത് ഏത് ഫയൽസിലാണ് ആ ജങ്ക് ഫോൾഡർ കിടക്കുന്നത് അല്ലെങ്കിൽ ഈ ആവശ്യമില്ലാത്ത ക്യാഷ് കിടക്കുന്നത് നമുക്ക് കണ്ടെത്താൻ സാധിക്കത്തില്ല എളുപ്പത്തിൽ. അപ്പോൾ അതിന് എളുപ്പത്തിന് വേണ്ടി നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഈ സാധനം ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ സഹായത്തോടെ നമുക്ക് പറ്റും. അപ്പോൾ ആ ആപ്ലിക്കേഷൻ ക്ലീൻ മൈ മാക്കുന്നതാണ്. അപ്പം ഈ ആപ്ലിക്കേഷനിലൂടെ എങ്ങനെയാണ് നമുക്ക് ആ സിസ്റ്റം ഡാറ്റ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യമായിട്ട് ക്ലീൻ മൈ മാക്ക് ഓപ്പൺ ചെയ്യുക. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് സ്പേസ് ലെങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഞെക്കുക. എന്നിട്ട് സ്കാൻ കൊടുക്കുക. അപ്പം ഇതെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തെ ഓവറോളായിട്ടൊന്ന് സ്കാൻ ചെയ്തിട്ട് ഏറ്റവും ലാർജ് ഫയൽ ഏതാണെന്ന് കാണിച്ചു തരും. അപ്പോൾ ഉണ്ടോ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ആ ഇപ്പം കണ്ട സിസ്റ്റം ഡാറ്റയിൽ നിന്നാണ് ഇത് എടുത്ത് വന്നിരിക്കുന്നത്. കാരണം അതിൻ്റെ തന്നെ ഏറ്റവും കൂടുതൽ സ്പേസ് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും യൂസേഴ്സ്. ഇപ്പോൾ നമ്മൾ യൂസേഴ്സിൽ പോവുകയാണെങ്കിൽ ഇങ്ങനെ ഓരോ ഫോൾഡർ ഒന്ന് പോകുമ്പം ഇതുണ്ട് കാണിക്കുക ഏറ്റവും ലാർജ് ഫയൽസ്, ഗ്രൂപ്പ് കണ്ടെയ്നേഴ്സ് ഇങ്ങനെ. അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ സൈസുള്ള ഫയൽസ്. അപ്പം ഇത് ആവശ്യമുള്ളതാണോ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കയറി നോക്കുക. ആവശ്യമുള്ളതാണെങ്കിൽ കളയരുത്. ഇതുണ്ടോ, ഇപ്പോൾ ഇങ്ങനെയുള്ള ടെലിഗ്രാമിൽ നിന്നുള്ള കുറച്ച് ഫയൽസ്, അങ്ങനെയുള്ള കുറേ ഫയൽസാണ് നടക്കണേ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ധാരാളം ഫയൽസ് ടെലിഗ്രാമിൽ ഇങ്ങനെയുള്ള. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ഫയൽസ്, ഈ ടെലിഗ്രാം അതുപോലെ വാട്സപ്പിൽ നിന്നുള്ള ഫയൽസ് എല്ലാം ഓരോ ചെറിയ ഈ ഫോൾഡറും സിനിമയുടെ തംബ്നെയിലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് ഇതെന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി സേവ് ആകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതുപോലെ സ്പേസ് എടുക്കുന്ന സാധനങ്ങൾ. അപ്പോൾ ഇത് നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക. ഇപ്പം ഞാനിപ്പം അങ്ങ് ഡിലീറ്റ് ചെയ്യാം. മുമ്പേ നമ്മൾ കണ്ടായിരുന്നു ഏകദേശം 30 GB അടുത്തുണ്ടായിരുന്നു. ഇപ്പോൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ റിമൂവ് കൊടുക്കുക, സെലക്ട് ചെയ്തിട്ട് റിമൂവ് കൊടുക്കുക. കണ്ടോ, അപ്പം ഏകദേശം 19 GB 12 GB അടുത്ത് ക്ലിയറായി. നമ്മൾ സ്റ്റോറേജ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും സിസ്റ്റം ഡാറ്റ കുറഞ്ഞായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇപ്പോൾ 23.59 GB ആയി. ഇനി അതുപോലെ തന്നെ അതിൻ്റെ ബാക്കി ഇതുണ്ട്, ബാക്കി ഫയൽസും കൂടി ഉണ്ട്. അതും കൂടെ ക്ലിയർ ചെയ്താലേ അത് മൊത്തം പോകുള്ളൂ. ഇപ്പം ക്ലീൻ മൈ മാക്കി എടുക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഫയൽസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഇപ്പോൾ ഒരു ഫയൽ ചെയ്യുന്നതിൻ്റെയാണ് കാണിച്ചു തന്നത്. ഇതുപോലെ എടുക്കുക, എന്നിട്ട് ഓരോ ഫയൽസ് ഓപ്പൺ ചെയ്ത് നോക്കുക. അതിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ളതുണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യമില്ലാത്തതാണെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയുക. അപ്പം ഇതിൻ്റെ അകത്ത് സിസ്റ്റത്തിൻ്റെ അതായത് ഈ OSൻ്റെ ഫയൽസ് ഉണ്ടോ എന്ന് പ്രത്യേകം നോക്കണം. അത് സാറിന് ഇങ്ങനെയുള്ള ഫയൽസ് കയറി വരാറില്ല, ഉണ്ടോ എന്ന് നോക്കുക. നോക്കിയിട്ട് പ്രത്യേകമാണ് ഡിലീറ്റ് ചെയ്ത് കളയുക. ഇപ്പം കണ്ടെയ്നേഴ്സിലാണ് മിക്കവാറും ഇതെല്ലാം വരുന്നത്. അപ്പം അങ്ങനെയുള്ളത് ഇതിന് ബാക്കിയുള്ളത് ഇതിൻ്റെയാണ്. ഇത് ആപ്ലിക്കേഷൻ്റെയാണ്. അത് നോക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ളത് ഇങ്ങനെ ഓരോന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക ഏത് ലാർജ് ഫയൽ ഏതാണെന്ന്. അപ്പം ചിലപ്പോൾ നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ്റെയൊക്കെ ഫോൾഡേഴ്സും ഫയൽസൊക്കെ ഇതിനകത്ത് കിടക്കും. അപ്പം അതേതാണെന്ന് കൃത്യമായിട്ട് നോക്കിയിട്ട് ഡിലീറ്റ് ചെയ്യുക. അപ്പം അങ്ങനെ നമുക്ക് സിസ്റ്റം ഡാറ്റ ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.